ഓക്കെ, ഇനി നമുക്കപ്പോൾ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ എലിപ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നാൽ ഇത്ര നേരം നമുക്ക് തന്നിരുന്നത് എന്തായിരുന്നു, ഇക്വേഷൻ തന്നിട്ട് നമ്മളോടെ കണ്ടുപിടിക്കാൻ അല്ലേ, ഫോക്കസ് അതുപോലെ വെർട്ടിസസ്, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം, എക്സെൻട്രിസിറ്റി ഒക്കെ കണ്ടുപിടിക്കുക ചെയ്തത്. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ തന്നെ തന്നിരിക്കുന്നത് വേറൊരു ഫോമിലാണ് അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോർമൽ ഫോം ഓഫ് ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റണം. നമുക്കറിയാം നമ്മുടെ നോർമൽ ഫോം ഓഫ് ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലാണ് നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇത് തന്നെ എന്താകും, എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറും. അപ്പൊ ഈ ഒരു ഫോമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ്, നമുക്ക് എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും ഡിനോമിനേറ്ററിലല്ല വാല്യൂസ് ഉള്ളത്, പകരം എവിടെയാണ്, നേരെ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ്. അതുപോലെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഈക്വൽ ടു 1 ആണ്. പക്ഷെ ഇവിടെ എന്താണ് 144 എന്നൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ 144നെ നമ്മൾ ഫസ്റ്റ് ഒഴിവാക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊത്തം തന്നിരിക്കുന്ന വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, 144 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. സോ 36x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 144 എന്നുള്ളതിനെ നമുക്ക് മൊത്തത്തില് 144 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും, ഇവിടെ നമുക്ക് 144/144 എന്നുള്ളത് ആൻസർ 1 കിട്ടും അല്ലെ. ഇവിടെ ഇപ്പൊ നമുക്ക് എക്സ് സ്ക്വയറിന്റെ താഴെ ഒരു വാല്യൂവും അതുപോലെ വൈ സ്ക്വയറിന്റെ താഴെ ഒരു വാല്യൂവും കിട്ടും. ഇനി 36നെ 144 ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 144നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 36 കിട്ടുന്നത് എന്നുള്ളതാണ്. 4 ടൈംസ് ആണ് വരുന്നത്. 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 144. അതിൽ 144 വലിയ വാല്യൂ താഴെ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡിനോമിനേറ്ററിലാണ് നമുക്ക് 4 കിട്ടുന്നത്. ഇനി അടുത്തത് 4 ആണ് തന്നിരിക്കുന്നത് അല്ലെ. 4ഉം 144ഉം ഇവിടെ 36നെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. സോ ഇവിടെ എത്ര വരും, 36 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ വൈ സ്ക്വയർ ബൈ 36 ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ കിട്ടും. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതായി, നമ്മുടെ ഫോമിലെത്തി അല്ലെ. ഏതൊക്കെയായിരുന്നു, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറും ഉണ്ട്, അതുപോലെ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് നമ്മൾ സെക്കൻഡ് ടൈപ്പും പഠിക്കുന്നുണ്ട്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഫസ്റ്റ് നോക്കണം അല്ലെ. ഇതിൽ ഏത് ടൈപ്പാണ്, നമുക്കറിയാം എക്സ് സ്ക്വയറിന് താഴെ വലിയ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെടുക്കാം, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എടുക്കാം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, എക്സ് സ്ക്വയറിന്റെ താഴെ 4ഉം വൈ സ്ക്വയറിന്റെ താഴെ 36ഉം ആണെങ്കിൽ നമുക്ക് തന്നിരുന്ന വാല്യൂസിൽ എന്താണ് വ്യത്യാസം വന്നത്, ഇവിടെ 4 എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 36 ആണ് അല്ലെ. അപ്പൊ 36 ആണ് വലിയ വാല്യൂ എങ്കിൽ നമ്മുടെ എ സ്ക്വയർ എവിടെയാണ് വരുന്നത്, വൈ സ്ക്വയറിന്റെ താഴെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇക്വേഷൻ ഓഫ് എലിപ്സ് ഈസ് ഓഫ് ദ ഫോം, ഏത് ഫോമിലാണെന്ന് എഴുതാം അല്ലെ, ഈസ് ഓഫ് ദി ഫോം ഏത് ഫോമിലാണ് അപ്പൊ നമുക്ക് കിട്ടുന്നത്, എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ചെറിയ വാല്യൂ 4 വന്നിരിക്കുന്നത് ഈ സൈഡിലാണ്. അതപ്പോ എന്തായി, ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്നുള്ളത് കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ എയും ബിയും വാല്യൂസ് നമുക്ക് എഴുതാം. എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 36 6 കിട്ടും. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4 ആണ്, നമുക്ക് 2ഉം കിട്ടി. നമ്മുടെ എ വാല്യൂയും കിട്ടി, ബി വാല്യൂയും കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആവശ്യമുണ്ട് അല്ലെ. ഫോക്കസ് വേണം, വെർട്ടിസസ് വേണം, പിന്നെ വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് വേണം. പിന്നെ എക്സെൻട്രിസിറ്റി ആവശ്യമുണ്ട്. എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു സി ബൈ എ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അത് ആവശ്യമുണ്ട്. പിന്നെ ലാസ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം, അതിനെ നമുക്ക് LLR എന്ന് ഷോർട്ട് ഫോം എഴുതാം, LLR എന്ന് എഴുതാം, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കി, ഈ തന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഫിഗർ വരയ്ക്കാം അല്ലെ. നമുക്ക് ആദ്യം തന്നെ ഫിഗർ വരയ്ക്കാം. ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ നമ്മുടെ വാല്യൂസ് നമുക്ക് കിട്ടി അല്ലെ. വാല്യൂസ് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ആ ഇക്വേഷൻ, നമ്മുടെ കോമൺ ഇക്വേഷൻ നമ്മൾ മാറ്റി വെക്കുന്നു. പകരം എന്ത് ചെയ്യാൻ പോവാണ്, ഇനി നമ്മുടെ ഫിഗർ വരയ്ക്കാൻ പോവാണ് അല്ലെ. നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസുകൾ വരയ്ക്കുക. ഈ എക്സ് ആൻഡ് വൈ ആക്സിസുകൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ എ വാല്യൂസും ബി വാല്യൂസും ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. നമ്മുടെ എലിപ്സ് ആണ് വരുന്നത്. സോ എലിപ്സ് ആകുമ്പോൾ എന്തായിരിക്കും, ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ എത്തണം അല്ലെ. അപ്പൊ ഇത് ഏത് ആക്സിസിലാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് ഇപ്പൊ കിടക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് സെക്കൻഡ് ടൈപ്പ് അല്ലെ. നമ്മൾ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ടൈപ്പ് ആണ്. അതപ്പം വൈ ആക്സിസിലാണ് നമ്മുടെ
എലിപ്സ് കിടക്കുന്നതെന്ന് പറയാം. സോ വൈ ആക്സിലാകുമ്പോൾ നമ്മുടെ എലിപ്സിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് വൈ ആക്സില് എയുടെ ഡിസ്റ്റൻസും അതുപോലെ എക്സ് ആക്സിസില് ബിയുടെ ഡിസ്റ്റൻസും വരുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഫിഗർ വരുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ ഒരു ഫിഗർ വരയ്ക്കാം. അതായിരിക്കും നമ്മുടെ ഇക്വേഷൻ ഓഫ് എലിപ്സിന്റെ ഫിഗർ കിട്ടുന്നത്. ഇക്വേഷൻ ഓഫ് എലിപ്സിന്റെ ഫിഗർ വരച്ചു. ഇനി എന്താണ് നമ്മുടെ എ ആൻഡ് ബി വാല്യൂസ് നമുക്കറിയാം അല്ലെ. എ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനിൽ നിന്നും നമ്മുടെ മെയിൻ ആക്സിസ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? വൈയിലാണ് അല്ലെ. വൈ ആക്സിസിലായിരിക്കും നമ്മുടെ മേജർ ആക്സിസ് വരുന്നത്. സോ നമുക്ക് A,0 എന്നുള്ള പോയിന്റ് ഇവിടെ കിട്ടും അല്ലെ. 0,A എന്നുള്ള പോയിന്റ്. കാരണം എന്താ? നമുക്ക് വൈ ആക്സിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളത്. സോ 0,Aയും ഇവിടെ 0,-Aയും കിട്ടും. അതുപോലെ ഇവിടെ എന്ത് കിട്ടും? B,0യും -B,0യും. കാരണം വൈ ആക്സിൽ വരുന്ന ചേഞ്ച് ആണ് ബി വാല്യൂസ് എന്ന് പറയുന്നത്. സോ B,0യും -B,0യും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണ്? നമ്മുടെ ഫോക്കസ് അല്ലെ. ഫോക്കസ് നമുക്കറിയാം. ഇവിടെ ഒരു പോയിന്റ് മേജർ ആക്സിസിൽ നമുക്കൊരു പോയിന്റ് സി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ സിയുടെ പോയിന്റ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? വൈ ആക്സിൽ ആയതുകൊണ്ട് നമുക്ക് പറയാം 0,+or-C എന്നായിരിക്കും നമ്മൾ ആ പോയിന്റ് എടുക്കുന്നത് അല്ലെ. 0,+or-C. കാരണം സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും എവിടേക്കായിരിക്കും? നമ്മുടെ വൈ ആക്സിൽ, നമ്മുടെ എലിപ്സ് ഏത് ആക്സിലാണോ അതനുസരിച്ച് സി ഡിസ്റ്റൻസ്. സോ നമുക്ക് ഫോക്കസിന്റെ വാല്യൂ ഇവിടെ എഴുതാമല്ലോ. 0,+or-C ആണ് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇത്രയും ചെയ്തതിനകത്ത് നമ്മുടെ സി വാല്യൂ നമുക്ക് തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എയും അറിയാം ബിയും അറിയാമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. സി വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ അതിനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സി ഈക്വൽസ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് സി ഈക്വൽസ് A² - B² റൂട്ട് എടുക്കുക അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? √A² - B² ആണ്. നമ്മുടെ എ വാല്യൂ നമ്മൾ ഇവിടുന്ന് എഴുതിയിട്ടുണ്ട് 6 ആണ്. സോ 6ന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ ആണ് കിട്ടുക. സോ നമുക്ക് വാല്യൂ കിട്ടും 36 - 4 എന്ന് കിട്ടും. √32 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന സി വാല്യൂ. നമ്മുടെ സി വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത്? √32 കിട്ടും. ഓക്കെ. ആ √32 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് ഫോക്കസിന് അല്ലെ 0,+or-C പകരം ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്തായിരിക്കും വരുന്നത്? 0,+or-√32 എന്നായിരിക്കും വരുന്നത്. ഇതായിരിക്കും എന്ത്? നമ്മുടെ ഫോക്കസ് കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണ്? നമ്മുടെ വെർട്ടിസസ് അല്ലെ. വെർട്ടിസസ് നമുക്കറിയാം. നമുക്ക് ഏതായിരിക്കും തന്നിരിക്കുന്നതിൽ എ ഡിസ്റ്റൻസ് ഏതാണോ അതായിരിക്കും നമ്മുടെ വെർട്ടിസസ് ഒരു പോയിന്റ്. അടുത്തത് 0 ആയിരിക്കും. ഇവിടെ വാല്യൂ ഉള്ളത് വൈ ആക്സിലാണ്. സോ നമുക്ക് എന്ത് എഴുതാം? 0,+or-A ആയിരിക്കും. കാരണം എ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു പോയിന്റ് വരുന്നത് അല്ലെ. അതെവിടെയാണ്? വൈ ആക്സിൽ. സോ വൈ ആക്സിൽ മാത്രമായിരിക്കും പോയിന്റിന് വാല്യൂ ഉള്ളത്. സോ 0,+or-A കിട്ടും. അതിന് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0,+or-A എന്ന് പറയുന്നത് 6 ആണ്. സോ നമുക്ക് 0,+or-6 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ വെർട്ടിസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് നമുക്കറിയാം അല്ലെ. എങ്ങനെയായിരിക്കും? ഈ തന്നിരിക്കുന്ന ആക്സിസിൽ മേജർ ആക്സിസ് ഏതാണ്? നമ്മുടെ വൈ ആണ്. സോ വൈ ആക്സിൽ വരുന്ന 2 ടൈംസ് ഡിസ്റ്റൻസ് അല്ലെ. അതെന്താണ്? 2A ആണ്. സോ ആൻസർ എന്ത് വരും? 2 × 6 എടുത്താൽ 12 എന്ന് കിട്ടും. ഇനി അടുത്തത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. അതും നമുക്കറിയാം. എന്താണ്? എക്സ് ആക്സിൽ അല്ലെ. മൈനർ ആക്സിസ് ഏതാണോ അതിൽ വരുന്ന ഡിസ്റ്റൻസിന്റെ 2 ടൈംസ്. സോ 2B എന്ന് കിട്ടും. ആൻസർ എന്ത് വരും? 2 × 2 4 എന്ന് നമ്മുടെ ആൻസർ കിട്ടും. ഇനി അടുത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത് C/A ആണെന്നുള്ളത് അല്ലെ. സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. √32 ആണ്. എ നമുക്കറിയാം 6 ആണ്. സോ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് √32/6 എന്ന് കിട്ടും. √32/6 എന്ന ആൻസർ കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനമാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ള എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. നമുക്കറിയാം ഈ ഒരു ഫോക്കസിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ എലിപ്സിന്റെ 2 സൈഡിലും കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. സോ അതിന്റെ ലെങ്ത് എന്തായിരിക്കും നമ്മൾ പഠിച്ചു? 2B²/A ആണ് എലിപ്സിന്റെ എന്ന് പഠിച്ചു അല്ലെ. പാരബോള പഠിച്ചപ്പോൾ 4A ആയിരുന്നു. പക്ഷെ എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും നമ്മൾ പഠിക്കുന്നത്
2b²/a ആണ്. സോ 2 × b² എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചേ? ഇവിടെ നമുക്ക് കിട്ടിയത് 2 തന്നെയായിരുന്നു. സോ 2²/a എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഇവിടുന്ന് ക്യാൻസൽ ചെയ്താൽ 3 വരും. 4/3 എന്ന് ആൻസർ കിട്ടും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചെറിയൊരു ഇക്വേഷൻ ഇങ്ങനെ തന്നിരുന്നത്, എങ്ങനെ നമ്മുടെ കറക്റ്റ് ഫോമിൽ പോലും അല്ല തന്നിരുന്നത്. നമ്മുടെ ഫോം വരേണ്ടത് എന്തായിരുന്നു? x²/a² + y²/b² = 1 ആയിരുന്നു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് എന്താണ്? വാല്യൂസ് x² കൂടെയും y² കൂടെയും മൾട്ടിപ്ലൈ ചെയ്തും ഈ ലാസ്റ്റ് 1 വരേണ്ട സ്ഥാനത്ത് വേറൊരു സംഖ്യയും തന്നിട്ടുണ്ടായിരുന്നു. സോ ഏതാണോ ആ സംഖ്യ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് x² ഒരു സംഖ്യയും y² ഒരു സംഖ്യയും കിട്ടും. അപ്പൊ ഇവിടെ എന്താകും? =1 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എഴുതുക. അത് ഏതാണ്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ടൈപ്പ് എന്ന് നോക്കുക. നമ്മുടെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെയിം തന്നെ 16x² + y² = 16. അടുത്തൊരു ക്വസ്റ്റ്യനും തന്നിരിക്കുന്നത് എന്താണ്? 16x² + y² = 16. ഇവിടെ നമുക്ക് തന്നത് സെയിം ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എങ്ങനെയാണ്? നമുക്ക് 16 ഒരു വാല്യൂ ആണ് 1ന് പകരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുവാണ് അല്ലെ? ഡിവൈഡിങ് ബൈ 16. നമ്മൾ 16 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? 16x²/16 + y²/16 = 16/16. ആൻസർ എങ്ങനെ വരും? ഇവിടെ 16 16 ക്യാൻസൽ ആകും, ഇവിടെയും ക്യാൻസൽ ആകും. ബാക്കി എന്തായിരിക്കും? ഇവിടെ x²/1 + y²/16 = 1 എന്ന് വരും അല്ലെ? ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് നമുക്ക് പറയാം അല്ലെ? ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം. ഏത് ഫോമിലാണ് വരുന്നത്? നമുക്കറിയാം എയുടെ സ്ഥാനം ഏതായിരിക്കും? വലിയ സംഖ്യ വരുന്നിടത്തായിരിക്കും അല്ലെ? ഇവിടെ നോക്കി, നമുക്ക് 1 എന്ന് പറയുന്നത് <16 അല്ലെ? <16. അപ്പൊ 16 ആണ് കൂടുതൽ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്ത സെയിം തന്നെ അല്ലെ? ആരായിരിക്കും വരുന്നത് നമ്മുടെ ഇക്വേഷൻ ഫോം എന്ന് പറയുന്നത്? x²/b² + y²/a² = 1 എന്ന് പറയുന്ന സെയിം ഫോമിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മുടെ a വാല്യൂവും b വാല്യൂവും നമുക്ക് എടുക്കാം അല്ലെ? a എന്ന് പറഞ്ഞാൽ എന്താണ്? √16 ആണ്. സോ 4 എന്ന് കിട്ടും. ആൻഡ് b എന്ന് പറഞ്ഞാൽ 1ന്റെ റൂട്ട് എടുത്താൽ 1 തന്നെ. സോ നമ്മുടെ a വാല്യൂവും കിട്ടും, b വാല്യൂവും കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഫോക്കസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് c വേണം. സോ ഫസ്റ്റ് നമുക്ക് c കണ്ടുപിടിക്കാം. c എന്തായിരിക്കും? √a² - b² ആണെന്ന് നമ്മൾ അതും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4² - 1². ആൻസർ എന്ത് വരും? 16 - 1 എന്ന് വരും. സോ ആൻസർ √15 എന്ന് കിട്ടും. √15 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിയല്ലേ? നമ്മുടെ x²/b² + y²/a² = 1 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. നമ്മൾ ആക്സിസ് പറഞ്ഞല്ലേ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നമ്മുടെ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കറിയാലേ ഏത് ആക്സിസിലാണ് വരേണ്ടത്? ആക്സിസ് y ആണ് വരേണ്ടത്. സോ y ആക്സിസിൽ a ഡിസ്റ്റൻസും x ആക്സിസിൽ b ഡിസ്റ്റൻസും ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ പാരബോള എലിപ്സ് നമുക്ക് ജോയിൻ ചെയ്യാം അല്ലെ? എലിപ്സ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താകും? ഇവിടെ കിട്ടുന്ന പോയിന്റ് 0,aയും ഇവിടെ നമുക്ക് b,0യും കിട്ടും അല്ലെ? ഇനി ഇതിന്റെ നേരെ സൈൻ തിരിഞ്ഞു വരുന്നതായിരിക്കും ഇവിടെ അല്ലെ? 0,-aയും അതുപോലെ -b,0യും ആയിരിക്കും നമ്മുടെ വാല്യൂ. ഇവിടെ നമ്മുടെ ഒറിജിൻ ഉണ്ട് അല്ലെ? ഇവിടെ നമുക്ക് ഫോക്കസ് വാല്യൂ കിട്ടുന്നുണ്ട് അല്ലെ? ഫോക്കസ് വാല്യൂ എന്താണ്? 0, ±c എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം എന്താ? ഇവിടെ പ്ലസും കിട്ടും, താഴെ മൈനസും കിട്ടും. സോ +or-c എന്നുള്ളതായിരിക്കും വരുന്നത്. 0,c കിട്ടും. 0,c ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂസ് എല്ലാം എഴുതാലോ? എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോക്കസ് ആണ് അല്ലെ? ഫോക്കസ് എന്താണ്? 0, ±c ആണ്. കാരണം y ആക്സിസിൽ ആയതുകൊണ്ട് നമുക്ക് y-ൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. സോ 0, ±c കിട്ടും. 0, ±√15. കാരണം നമ്മുടെ c നമ്മൾ കണ്ടുപിടിച്ചത് √15 ആണ്. അത് ഇട്ട് കൊടുത്തു. അടുത്ത എന്താ വേണ്ടത്? വെർട്ടിസസ്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? 0, ±a ആണ്. സോ നമ്മുടെ a എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? ± നമുക്ക് ഇവിടെ കിട്ടുന്ന a വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ 0, ±a കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും അല്ലെ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. അതിൽ മേജർ ആക്സിസ് നമുക്കറിയാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് y ആക്സിസിലാണ് നമ്മുടെ എലിപ്സ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ തരുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അല്ലെ? നമ്മുടെ y ആക്സിസിൽ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ലെങ്ത് അല്ലെ? സോ ലെങ്ത് എന്ന് പറയുന്നത് 2a കിട്ടും.
2 into 4 നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും. അടുത്തത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്തായിരിക്കും? 2 into b ആണ്. സോ 2 into b എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 1 ആണ്. സോ ആൻസർ 2 എന്ന് തന്നെ കിട്ടും. ഇനി വേണ്ടതാണ് എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി E ആണ് ആവശ്യം. E നമുക്കറിയാം c/a ആണ് അല്ലെ, ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ c/a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? √15 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ലാസ്റ്റ് വൺ ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ 2b²/a ആണ്. സോ 2 into b² എന്ന് പറഞ്ഞാൽ 1² ബൈ a എന്ന് പറഞ്ഞാൽ 4. സോ ഇവിടെ ക്യാൻസൽ ചെയ്താൽ 1/2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത്രയായിരിക്കും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. 4x² + 9y² = 36. സെയിം തന്നെ ഒരു പ്രോബ്ലം അല്ലെ. ഇതിൽ നമുക്ക് ആക്സിസ് കണ്ടുപിടിക്കണം. ആ ആക്സിസ് അനുസരിച്ച് നമ്മുടെ ഫോക്കസ്, വെർട്ടിസസ്, അതുപോലെ നമ്മുടെ ലെങ്ത് ഓഫ് മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ നോർമൽ ഫോമിലാക്കാം അല്ലെ. നമ്മുടെ ഒരു ജനറൽ ഫോമുല ഉണ്ട്, അതിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്താണോ അത് വെച്ചിട്ട് എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 4/36 x² + 9/36 y² = 1 എന്ന് കിട്ടും. ഇനി 4നെയും 36നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 9 കിട്ടും. 9x² + x²/9 x²/9 + y²/4 = 1 എന്ന് കിട്ടും. ഇതിന് നമുക്ക് നമ്മുടെ എയും ബിയും എഴുതാം അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം. ഇക്വേഷൻ ഏത് ഫോമിലാണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്നതില് ഇവിടെ ഏതാണോ കൂടിയ വാല്യൂ വരുന്നത് അതായിരിക്കും അല്ലെ. ഇവിടെ നമുക്കറിയാം 9 ആ വന്നിരിക്കുന്നത്. സോ 9 ആണ് നമുക്ക് ഇവിടെ ഗ്രേറ്റർ വാല്യൂ അല്ലെ. 9 > 4 ആണ്. സോ നമുക്ക് a² എന്ന് പറയുന്നത് x²ന്റെ താഴെ തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് x²/a² + y²/b² = 1 എന്നുള്ള ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ എന്നറിയാം. സോ നമുക്ക് ആക്സിസ് ഏതാണ്? ഇവിടെ നമുക്ക് എക്സ് ആക്സിൽ തന്നെയാണ് നമ്മുടെ ഫിഗർ വരുന്നത് അല്ലെ. നമ്മുടെ എലിപ്സ് എവിടെ തന്നെയാണ്? എക്സ് ആക്സിൽ. കാരണം x²ന്റെ താഴെ വരുന്ന വാല്യൂ a² ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ആണ്. സോ എക്സ് ആക്സിലാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ എ വാല്യൂ എന്താണെന്നും ബി വാല്യൂ എന്താണെന്നും എഴുതാം അല്ലെ. എ എന്താണ്? √9 ആണ്. സോ 3 കിട്ടും. ബി എന്താണ്? √4 ആണ്. ആൻസർ 2 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മുടെ സി കണ്ടുപിടിക്കാം. a² - b²ന്റെ റൂട്ട്. സോ ഇവിടെ 9 - 4 എന്ന് കിട്ടും. ആൻസർ √5 എന്ന് കിട്ടും അല്ലെ. നമ്മുടെ സി എന്താണ്? √5 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫിഗർ വരയ്ക്കണം അല്ലെ. നമ്മുടെ ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് ആദ്യം എക്സ് ആൻഡ് വൈ ആക്സിസുകൾ വരച്ചു. ഇനി നമ്മുടെ ആക്സിസ് ഏതിലാണ് നമ്മുടെ എലിപ്സ് ഉള്ളത്? എക്സ് ആക്സിസിലാണ്. സോ എക്സ് ആക്സിൽ നമുക്ക് എ ഡിസ്റ്റൻസ് വിട്ടിട്ട് a,0 അല്ലെ. ഈ ഒരു പോയിന്റ് ആയിരിക്കും എന്ത്? എലിപ്സിന്റെ ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് ഇവിടെ എന്ത് വരും? -a,0. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് 0,bയും 0,-b ആയിരിക്കും നമ്മുടെ രണ്ട് വാല്യൂസ് അല്ലെ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എലിപ്സിനെ നമുക്ക് ജോയിൻ ചെയ്യാം. എലിപ്സിനെ ജോയിൻ ചെയ്താൽ ഇതുപോലൊരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും? എ എന്ന് പറയുന്ന ലെങ്ത് ആണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത്. സോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന 2 പോയിന്റ്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം അല്ലെ. ഫോക്കസും നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോക്കസ് അല്ലെ. എന്താണ്? ± c,0. കാരണം എക്സ് ആക്സിസിലാണെന്ന് പറഞ്ഞു. എക്സ് ആക്സിസിലാണെങ്കിൽ ഇവിടെ വരുന്ന ചേഞ്ച് എന്തായിരിക്കും? എക്സ് വാല്യൂവിൽ തന്നെയാണ്. സോ ആ വാല്യൂവിന് നമുക്ക് ±c. y ആക്സിൽ ചേഞ്ച് ഒന്നുമില്ല, 0 കൊടുത്തു. അങ്ങനെയെങ്കിൽ ആൻസർ എന്ത് വരും? ±c നമുക്ക് കിട്ടിയത് എത്രയാണ്? √5 ആണ്. സോ √5, 0 എന്ന് എടുക്കാം. √5, 0 എന്ന് എടുക്കാം. ഇനി അടുത്തത് എന്താ വേണ്ടത്? നമുക്ക് ആവശ്യമുള്ളതാണ് വെർട്ടിസസ്. വെർട്ടിസസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ. വെർട്ടിസസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം ±a, 0 ആണ്. ഇവിടെ നമ്മുടെ എ വാല്യൂ നമുക്ക് കിട്ടി 3 ആണെന്ന്. സോ ±3, 0 എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി അടുത്ത എന്താ വേണ്ടത്? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അല്ലെ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ലെങ്ത് നമുക്ക് അറിയാം അല്ലെ. എ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അത് 2 ടൈംസ് 2 × 3 കിട്ടും. ആൻസർ 6 എന്ന് കിട്ടും. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആകുമ്പോഴോ അത് നമ്മുടെ മൈനർ ആക്സിസിന്റെ ലെങ്തിനെ 2 ടൈംസ് 2b എന്ന് കിട്ടും. 2 × 2 ആണ്. ആൻസർ 4 എന്ന് കിട്ടും. ഇനി വേണ്ടത് എന്തൊക്കെയാ? എക്സെൻട്രിസിറ്റിയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടവും.
എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു സി ബൈ എ ആണ് നമ്മുടെ ഇക്വേഷൻ. സോ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് √5 ആണെന്ന്. ആൻഡ് എ എന്ന് പറയുന്നത് എത്രയാണ്? എ നമുക്ക് കിട്ടിയത് 3 ആണ്. സോ √5/3 എന്നായിരിക്കും ആൻസർ കിട്ടുക. അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. അതിനെ LLR എന്ന് എഴുതാം. എന്തായിരിക്കും വരുന്നത്? 2b²/a ആയിരിക്കും. 2b²/a. 2 × b² എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നമുക്ക് 2 ആണല്ലേ, 2ന്റെ സ്ക്വയർ വരും ബൈ 3 എന്നായിരിക്കും കിട്ടുന്നത്. 2² 4, 4 × 2 8 കിട്ടും. സോ നമുക്ക് ആൻസർ 8/3 എന്നുള്ളതായിരിക്കും നമ്മുടെ LLRന്റെ ആൻസർ കിട്ടുന്നത്. ഇത്രയായിരിക്കും നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ അല്ലേ? അതിനെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു ടൈപ്പ് ചേഞ്ച് വന്നു അല്ലെ? ഇത്ര നേരം നമുക്ക് ഇക്വേഷൻസ് തന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതിൽ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദ എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദി ഗിവൺ കണ്ടീഷൻസ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് കണ്ടീഷൻസ് ആണ് അല്ലെ? ഈ കണ്ടീഷൻസ് തന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? ഏതാണോ ഇക്വേഷൻ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്ര നേരം നമ്മൾ ചെയ്തത് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. തന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഓരോ കാര്യങ്ങൾ, ഫോക്കസ്, വെർട്ടിസസ്, ലെങ്ത് എല്ലാം കണ്ടുപിടിച്ചു. ഈ ഒരു പ്രോബ്ലത്തിൽ നേരെ തിരിച്ച് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അത് ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് അല്ലെ? ഒരുപാടൊന്നും തന്നിട്ടില്ല. ആകെ 2 കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? വെർട്ടിസസും ഫോക്കസും. ഈ 2 കണ്ടീഷൻസ് തന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഇക്വേഷൻ ഓഫ് എലിപ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയണം? ആദ്യം നമ്മുടെ ആക്സിസ് കണ്ടുപിടിക്കണം. അതനുസരിച്ച് ഫോക്കസിന്റെയും വെർട്ടിസസിന്റെയും പോയിന്റ്സ് വരുന്നതൊക്കെ വെച്ച് നോക്കി നമ്മൾ കണ്ടുപിടിച്ച് ഇക്വേഷന്റെ ഫോം എഴുതണം. പിന്നെന്താ വേണ്ടത്? എയും ബിയും വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കണം അല്ലെ? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം അല്ലെ? വെർട്ടിസസ് എന്ന് പറയുന്നത് എന്താണ്? +or - a,0 അല്ലെ? ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ, +or - 5,0 എന്നാണ്. അപ്പൊ 5,0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം എക്സ് ആക്സിൽ മാത്രമേ നമുക്ക് ചേഞ്ച് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ വെർട്ടിസസ് നമുക്ക് പോയിന്റ് എവിടെ കൊടുക്കാം? 5,0 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ നമുക്ക് എടുക്കാം അല്ലെ? അതുപോലെ ഇവിടെ ഒരു -5,0 എന്നൊരു പോയിന്റ് നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ ഇതാണ് എന്ത്? എ വാല്യൂ. എ വാല്യൂ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏത് ആക്സിസിലാണ്? എക്സിലാണ്. സോ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ എലിപ്സ് ഏത് ആക്സിസിലാണ്? എലിപ്സ് ഇൻ എക്സ് ആക്സിസ്. എലിപ്സ് ഇൻ എക്സ് ആക്സിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? എലിപ്സ് എവിടെയാണ്? എക്സ് ആക്സിസിലാണ്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ല അല്ലെ? ഇനി എന്താ വേണ്ടത്? എലിപ്സ് എക്സ് ആക്സിസിലാണെങ്കിൽ തന്നെ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം അല്ലെ? അപ്പം ഇക്വേഷൻ ഓഫ് ദി ഫോം അല്ലെ? ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം. ഇക്വേഷൻ ഏതായിരിക്കും വരുന്നത്? എക്സ് ആക്സിസിലാണെങ്കിൽ നമുക്കറിയാം x²/a² പ്ലസ് y²/b² = 1 എന്നുള്ളതായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്തൊക്കെ അറിയണം? എ വാല്യൂ അറിയണം, ബി വാല്യൂ അറിയണം. എ വാല്യൂ നമുക്ക് കിട്ടും അല്ലെ? നമുക്ക് തന്ന വെർട്ടിസസിൽ നിന്നും. വെർട്ടിസസ് എന്താണ്? +or - 5,0 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് പറയാം 5 ആണ് എന്ത്? നമ്മുടെ എ വാല്യൂ. പക്ഷെ ബി വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഇനി എന്താ തന്നിരിക്കുന്നത്? ഫോക്കസ് തന്നിട്ടുണ്ട് അല്ലെ? ഫോക്കസ് തന്നിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് +or - 4,0 ആണ്. അതെന്താണ്? അതിനെ നമുക്ക് പറയാം +or - c,0 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സി വാല്യൂ എന്ത് വരും? സി എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? സി ആയിരിക്കും എന്ത്? 4 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് C4 കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബി വേണം അല്ലെ? ബി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇക്വേഷൻ എഴുതാൻ പറ്റൂ അല്ലെ? ഇക്വേഷന്റെ ഫോം പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയാൽ നമ്മുടെ എലിപ്സ് ഫോം ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി അല്ലെ? അതിൽ ഇവിടെ ഒരു ബി വാല്യൂ ആവശ്യമുണ്ട്. 0, - ബിയും ഇവിടെ നമുക്ക് 0, ബിയും വരുന്ന ഒരു പോയിന്റ്. നമ്മുടെ സി ഇവിടെ ആയിരിക്കും അല്ലെ? സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. C,0യും ഇവിടെ ഒരു -c,0യും ഉണ്ട്. ഈ വാല്യൂസ് ഒക്കെ കിട്ടി. പക്ഷെ ആരില്ല? നമ്മുടെ ബി വാല്യൂസ് ഇല്ല. ബി വാല്യൂസ് ഉണ്ടെങ്കിലല്ലേ ഈ ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം c² = a² - b² ആണെന്ന് നമുക്കറിയാം അല്ലെ? ഇതിൽ എയും ഉണ്ട് സിയും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ b² വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ b² വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ബി കിട്ടും. സോ നമുക്ക് ഇവിടെ b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എന്തൊക്കെയുള്ളത്? സി എന്ന് പറയുന്ന തന്നിട്ടുണ്ട് അല്ലെ? b² ആണ് കിട്ടേണ്ടത്. സോ b² കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മുടെ a² എന്താണോ അതിൽ നിന്ന് നമ്മുടെ c² മൈനസ് ചെയ്യുക. √a² - c² ചെയ്താലായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ,
എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ചെയ്യുക. അപ്പൊ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ചെയ്യണമെങ്കിൽ ഇവിടെ എ സ്ക്വയർ എത്രയാണ്? നമുക്കറിയാം എ എന്ന് പറയുന്നത് 5 ആണ് കിട്ടിയത് അല്ലെ. 5ന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ ആയിരിക്കും വരുന്നത്. അപ്പൊ എത്ര ആയിരിക്കും? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ വരും. ഇവിടെ നമുക്ക് എന്താ 25 മൈനസ് 16 കിട്ടും. √9 കിട്ടും. സോ ആൻസർ എന്ത് വരും? 3 എന്നുള്ളതായിരിക്കും നമ്മുടെ ബി വാല്യൂ. സോ ബി എന്ത് കിട്ടി? 3 കിട്ടി അല്ലെ. ഇപ്പൊ നമ്മുടെ എയും ഉണ്ട് ബിയും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എന്താകും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലെ. 5ന്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 3യുടെ സ്ക്വയർ ഈക്വൽ ടു 1. ഇങ്ങനെ എഴുതിയത് കൊണ്ടായോ? നമുക്ക് എങ്ങനെ എഴുതണം? ലാസ്റ്റ് ഈ സ്ക്വയർ വാല്യൂസ് വെച്ച് എഴുതണം അല്ലെ. എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വെർട്ടിസസും ഫോക്കസും തന്നിട്ടുണ്ട്. സെയിം തന്നെ നമുക്കിപ്പോ ചെയ്ത പോലെ തന്നെ വെർട്ടിസസും അതുപോലെ ഫോക്കസും തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലെ. ഇതിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് നമ്മുടെ ഫിഗർ വരയ്ക്കാം അല്ലെ. ഫിഗർ എങ്ങനെയായിരിക്കും? എക്സ് വൈ വരച്ചു. ഇവിടെ വെർട്ടിസസ് നോക്കിയാൽ എവിടെയാണ്? 0, ± 13 ആണ് അല്ലെ. 0, അതായത് എക്സ് ആക്സിൽ വാല്യൂ ഇല്ല, വൈ ആക്സിലാണ് 13 ഡിസ്റ്റൻസ് വന്നത്. ഇനി അതുപോലെ ഇവിടെ എന്തായിരിക്കും? 0, -13 ആയിരിക്കും വരുന്നത് അല്ലെ. ഇവിടെ 0, -13. അപ്പൊ നമ്മുടെ എ വാല്യൂസ് നമുക്ക് കിട്ടിയല്ലേ. നമുക്ക് ±13 ആയതുകൊണ്ട് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ബി വാല്യൂസ്. പക്ഷെ ബി വാല്യൂസ് നമുക്ക് അറിയില്ല അല്ലെ. ബി വാല്യൂസ് നമുക്കറിയില്ല. ഇവിടെ ഒരു -b,0യും ഇവിടെ ഒരു b,0യും കൂടെ ജോയിൻ ചെയ്തായിരിക്കും നമ്മുടെ എലിപ്സ് വരിക അല്ലെ. നമ്മുടെ മേജർ ആക്സിസ് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ എലിപ്സ് എവിടെയാണെന്ന് പറയാം? എലിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസിലാണെന്ന് പറയാം അല്ലെ. എലിപ്സിൻ വൈ ആക്സിസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എലിപ്സ് വൈ ആക്സിസിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും? നമുക്ക് പറയാം അല്ലെ. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലായിരിക്കും. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വെർട്ടിസസും ഫോക്കസും തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫോക്കസ് വാല്യൂ അല്ലെ, ഇവിടെ കിട്ടുന്ന വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ±5 ആ വരുന്നത് അല്ലെ വൈ ആക്സിസില്. സോ ഇവിടെ നമുക്ക് 0,5ഉം ഇവിടെ ഒരു 0,-5ഉം വരുന്ന വാല്യൂസ്, 2 ഫോക്കസ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം ഏത് ഫോമിലാണ്? നമുക്ക് പറയാം എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും അല്ലെ. ഇതിൽ നമ്മുടെ എ തന്നിട്ടുണ്ട്. എ വാല്യൂ എത്രയാണ്? എ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന വെർട്ടിസസിനകത്തുനിന്ന് എടുത്താൽ 13 ആണ് അല്ലെ. എ എന്ന് പറയുന്നത് 13 കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ബി ആണ്. അതിന് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എയും ഉണ്ട്, പിന്നെ തന്നിരിക്കുന്നത് സിയും ആണ്. എ എന്ന് പറയുന്നത് 13ഉം സി എന്ന് പറയുന്നത് 5ഉം ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ബി വാല്യൂ കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ബി സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആയിരിക്കും. സോ ബി എന്ന് പറഞ്ഞാൽ √(a സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് എഴുതാം. സോ അതിൽ നിന്ന് എയുടെ വാല്യൂ 13 ആണ്. സോ 13ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ. അപ്പൊ എത്ര വരും? ഇവിടെ നമുക്ക് 169ഉം ഇവിടെ 25ഉം കിട്ടും. രണ്ടും കൂടെ മൈനസ് ചെയ്താൽ 144 കിട്ടും. റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ് റൂട്ട് കിട്ടുക? നമുക്ക് 12 ആണ് ആൻസർ കിട്ടുക അല്ലെ. സോ നമ്മുടെ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി എന്ന് പറയുന്നത് നമുക്ക് 12 കിട്ടും. സോ നമുക്ക് എയും ബിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എഴുതാമല്ലോ. ഇക്വേഷൻ എന്തായിരിക്കും? എക്സിന്റെ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. സോ 12ന്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എയുടെ സ്ക്വയർ ആണ്. എ 13 ആണ്. സോ 13ന്റെ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുള്ള വാല്യൂസ് നമുക്ക് എഴുതണം അല്ലെ. സ്ക്വയർ ചെയ്യുമ്പോൾ വാല്യൂസ് എത്രയൊക്കെയാണ്? എക്സ് സ്ക്വയർ ബൈ 144 പ്ലസ് വൈ സ്ക്വയർ ബൈ 169 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെയാ കിട്ടുന്നത്? എക്സ് സ്ക്വയർ ബൈ 12 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 13 സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ അതിനെ സ്ക്വയർ ചെയ്ത് എക്സ് സ്ക്വയർ ബൈ 144 പ്ലസ് വൈ സ്ക്വയർ ബൈ 169 ഈക്വൽ ടു 1 എന്നുള്ള ആൻസറിലായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ കണ്ടീഷൻസ്, രണ്ട് കണ്ടീഷൻസ് അല്ലെ, വീണ്ടും നമുക്ക് ലിമിറ്റഡ് കണ്ടീഷൻസ് ആണ്. ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് അടുത്ത് ചെയ്യാൻ അല്ലെ. എൻഡ്സ് ഓഫ് മേജർ ആക്സിസ് തന്നിട്ടുണ്ട്, എൻഡ്സ് ഓഫ് മൈനർ ആക്സിസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? മേജർ ആക്സിസും അതുപോലെ മൈനർ ആക്സിസും തന്നിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെയും എൻഡ് അല്ലെ, എവിടെയാണ് ആ പോയിന്റ് എൻഡ് ചെയ്യുന്നത് എന്നാ തന്നിട്ടുള്ളത്. അല്ലാതെ വാല്യൂ ലെങ്ത് അല്ല തന്നിരിക്കുന്നത്. ലെങ്ത് ആണ് തന്നെങ്കിൽ 2a വാല്യൂ 2b വാല്യൂസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? എൻഡ്സ് ഓഫ് മൈനർ ആക്സിസും എൻഡ് ഓഫ് മേജർ ആക്സിസും. അപ്പൊ നമ്മുടെ മേജർ ആക്സിസും മൈനർ ആക്സിസും വരുന്നത് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്നത് +or-3,0 ആണ് അല്ലെ. +or-3 എന്ന് പറഞ്ഞാൽ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കറിയാം അല്ലെ, എക്സ് വൈ കോർഡിനേറ്റ്സ് ആണ് നോക്കുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ എ എന്ന് പറയുന്നത് അല്ലെ. മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? +or-a,0 നമ്മൾ വാല്യൂ എടുക്കുക. നമ്മൾ എടുക്കുന്നത് എ എടുക്കുന്നത് എവിടെയായിരിക്കും? +or-a,0 ആയിരിക്കും അല്ലെ. ഇവിടെ +a,0യും ഇവിടെ ഒരു -a,0യും കിട്ടും. അതുപോലെ ഇവിടെ എന്താകും? 0, -bയും ആൻഡ് ഇവിടെ വരുന്നത് 0, bയും ആയിരിക്കും അല്ലെ. ഇങ്ങനെയായിരിക്കും നമ്മുടെ എലിപ്സ് ഫിഗർ വരുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. തന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നമുക്കിനി ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇനി ഇതിൽ വാല്യൂസ് വന്നിട്ടുണ്ടല്ലോ, എ എന്താണ് ബി എന്താണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് പറയാമല്ലോ. ഇതല്ലേ നമ്മുടെ മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ലെങ്ത് അല്ലെ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, +or-3,0. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇതാണ് 3,0. സോ നമ്മുടെ എ വാല്യൂ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് നമുക്ക് 3 എന്ന് എടുക്കാം. ബി എന്തായിരിക്കും? 2. കാരണം ഇവിടെ നമുക്ക് തന്ന മൈനർ ആക്സിസ് ആരാണ്? നമ്മുടെ വൈ ആക്സിസിൽ വരുന്നതാണ്. സോ വൈ ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ്? 2 ഡിസ്റ്റൻസ് ആണ് അല്ലെ. 0,2. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 ആണ്. സോ നമ്മുടെ ബി എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഇക്വേഷൻ അപ്പൊ ഏത് ഫോമിലാണെന്ന് ആദ്യം നമുക്ക് എഴുതാം അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം, ഏത് ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്? x²/a² + y²/b² = 1. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ നമുക്കറിയാം, ഈ തന്നത് വെച്ച് നമ്മൾ ഫിഗർ വരച്ചാൽ നമ്മുടെ എക്സ് ആക്സിസിലാണ് ആര് വന്നത്? മേജർ ആക്സിസ് എന്ന് പറയാൻ പറ്റും. കാരണം തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് നമ്മൾ എവിടെയാണോ പ്ലോട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ആക്സിസ് എടുക്കുക. സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? x²/a² എന്ന് പറഞ്ഞാൽ എന്താ? 3യുടെ സ്ക്വയർ +y²/2² = 1 എന്ന് കിട്ടും. സോ x²/9 + y²/4 = 1. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് ഉള്ളത്. ഇതുപോലെ നെക്സ്റ്റ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് 26ഉം ഫോക്കസ് +or-5,0 തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം അല്ലെ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2a വാല്യൂ ആണ് തന്നിരിക്കുന്നത് അല്ലെ. 2a വാല്യൂ ആണ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ അത് 2a ആണ് തന്നിരിക്കുന്നത്. അതുപോലെ ഫോക്കസ് തന്നിരിക്കുന്നത് എവിടെയാണ്? +or-5,0 ആണ് അല്ലെ. +or-5,0 അത് എവിടെയായിരിക്കും വരുന്നത്? നമ്മുടെ ഫിഗർ വരച്ചാല് ഫോക്കസ് ആണ് അല്ലെ. ഫോക്കസ് എവിടെയാണ്? 5,0 ഇവിടെയും -5,0 ഇവിടെയും ആയിരിക്കും അല്ലെ. നമ്മള് പോയിന്റ്സ് അടയാളപ്പെടുത്തിയാല്. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ എ വാല്യൂസ് എവിടെയായിരിക്കും വരിക? ഈ ഒരു പോയിന്റിലായിരിക്കും അല്ലെ. എ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. സോ നമ്മുടെ ബി ആയിരിക്കും എന്ത്? വൈ ആക്സിൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമ്മൾ ആ ഫിഗർ പ്ലോട്ട് ചെയ്താല് ഇതുപോലെ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ വരുന്നതായിരിക്കും എന്ത്? നമ്മുടെ 0, -b അതുപോലെ +b. ഇവിടെ നമുക്ക് 0, -bയും കിട്ടും. ഇവിടെ എന്തായിരിക്കും? a,0യും -a,0യും വാല്യൂസ് ആയിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ സി കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് എടുക്കാം. ഇവിടെ നമുക്ക് 2a തന്നിട്ടുണ്ടെങ്കിൽ a എന്തായിരിക്കും? 26/2 ചെയ്താൽ 13 എന്ന ആൻസർ കിട്ടും. അതായിരിക്കും നമ്മുടെ എ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സി ആണ്. സി എത്രയാണ്? 5 ആണ് തന്നിരിക്കുന്നത്. സോ ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതണം അല്ലെ. ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് ഫോമിലാണ്? നമ്മുടെ എക്സ് ആക്സിസിൽ വരുന്ന ടൈപ്പിന്റെ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ആദ്യം എന്ത് വേണം? നമുക്ക് ബി കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം c² = a² - b² ആണെന്ന് നമുക്ക് അറിയാം. അതിൽ നിന്ന് നമ്മുടെ ബി ആണ് കിട്ടേണ്ടത്. സോ b = √a² - c² എന്ന് എടുക്കുക. അപ്പൊ എങ്ങനെ വരും? √a എന്ന് പറയുന്ന 13 ആണ്. 13² - 5ന്റെ സ്ക്വയർ ചെയ്യുക. അപ്പൊ എത്ര വരും? 169 - 25 എന്ന് കിട്ടും. ആൻസർ 144 എന്ന് കിട്ടും. റൂട്ട് എക്സിസ്റ്റിംഗ് ആണ്
12 എന്ന് കിട്ടും അല്ലെ. റൂട്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് 12 എന്ന് കിട്ടി. സോ നമ്മുടെ ബി വാല്യൂ കിട്ടി അല്ലെ. എ എന്ന് പറയുന്നത് 13 ബി എന്ന് പറയുന്നത് 12 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും? ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം. ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും നമുക്ക് വരിക? നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ആണ്. സോ നമുക്ക് പറയാം x² / a² + y² / b² = 1 എന്ന് പറയാം അല്ലെ. അപ്പൊ എന്തായി? x² / a എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ ആണ്, y² / 12ന്റെ സ്ക്വയർ ആണ്. സോ x² / 169 പ്ലസ് y² / 144 = 1 എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? x² / 169 പ്ലസ് y² / 144 = 1 എന്നുള്ളതായിരിക്കും കിട്ടുന്നത്.